ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പ്രചരണം ഹൈ വോൾട്ടേജിലാണ്. മോദിയും രാഹുലും കേരളത്തിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഇലക്ഷൻ പ്രചരണം ഹൈ വോൾട്ടേജിലാക്കി പ്രധാനമന്ത്രി തൃശൂരിൽ. കരുവന്നൂർ ക്രമക്കേട് ആയുധമാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കള്ളമാണെന്നും നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാൻ കേന്ദ്രം ഏതറ്റം വരെ പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. LDFും UDFും കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഇനി കേരളം മാറി ചിന്തിക്കുമെന്നും കേരളത്തിൽ നിന്ന് BJPയുടെ ഉറച്ച ശബ്ദം പാർലമെന്റിൽ എത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. केरला जनता के पैसों की खुलेआम लूट हो रही है. ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं. उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया. यहां CPM के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा. യെസ് വിജയകുമാർ, ഇതിനു മുൻപ് നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോഴും അത്തരത്തിൽ രൂക്ഷമായ, ഏറ്റവും കൂടുതൽ പത്തനംതിട്ട വരുമ്പോൾ പോലും അത്തരത്തിൽ രൂക്ഷമായ ഒരു രാഷ്ട്രീയ ആക്രമണം പ്രധാനമന്ത്രി നടത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് 10 നാൾ മാത്രം ബാക്കി നിൽക്കെ ഒരു രാഷ്ട്രീയ പ്രസംഗം അല്ലേ വിജയകുമാർ? ഹാഷ്മി, തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്ത് നടത്തിയിരിക്കുന്നത്. അതിൽ അഴിമതിയുടെ പുതിയ മാതൃകകൾ തീർക്കുകയാണ് കേരളത്തിൽ എന്ന ആമുഖത്തോടെ തുടങ്ങി. ഡോക്ടർ സരസു ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി തന്നെ വിളിച്ച് കരുവന്നൂരിലെ കൊള്ളയെപ്പറ്റി പറഞ്ഞത് തുടങ്ങി. അങ്ങനെ പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഏറെ നേരം സംസാരിച്ചു. ഈ വിഷയത്തിൽ ജനസേവകനായ, നിങ്ങളുടെ സേവകനായ മോദിയുടെ ആളുകളാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് 90 കോടി രൂപ ഇതിനോടകം പിടിച്ചെടുത്തു എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. ആ പണം തിരികെ കൊടുക്കുന്നതിന് നിയമപരമായി പോകാവുന്നത് എവിടെ വരെയാണ് അവിടെ വരെ പോകും. അക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ്, കൂടിയാലോചനകൾ നടത്തുകയാണ്. ED പിടിച്ചെടുത്ത് 90 കോടി നിക്ഷേപകർക്ക് മടക്കി നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഒരു ഗ്യാരണ്ടി എന്ന നിലയിൽ കരുവന്നൂരിലെ കാര്യത്തിൽ പറഞ്ഞത്. കുറെ കൂടി വൈകാരികമായി മകളുടെ കല്യാണത്തിനൊക്കെയായി ആളുകൾ സമാഹരിച്ച പണം, അതിൻ്റെയൊക്കെ പലിശ കിട്ടുമല്ലോ, ആവശ്യം വരുമ്പോൾ അത് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് CPM ഭരിക്കുന്ന കരുവന്നൂരിൽ നിക്ഷേപിച്ചത്. അവസാനം പണമില്ല, മകളുടെ കല്യാണം നടത്താൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രതിസന്ധിയിലായ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ ആളുകളെ ഞങ്ങൾക്കറിയാം, അവരുടെ കരച്ചിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 വർഷമായി നുണ പറയുകയാണ്, പച്ചക്കള്ളമാണ് പറയുന്നത് എന്നുകൂടി കടന്നാക്രമിച്ചു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണിക്ക് ഒരു താല്പര്യവുമില്ല. അത് എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള പദ്ധതി കേരളം പോലൊരു സംസ്ഥാനത്ത് മുന്നോട്ട് പോകാത്തതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. ഇവിടെ അഴിമതി നടത്താനാണ് താല്പര്യം, ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്താനല്ല ഇവിടുത്തെ സർക്കാരിൻ്റെ താല്പര്യമെന്ന വിമർശനവും മുന്നോട്ട് വെച്ചു. ഈ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ ഉത്തർപ്രദേശിലെ തോറ്റ ഒരു കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. അദ്ദേഹം നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുമ്പം, അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്, അദ്ദേഹം നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരും. അപ്പോൾ കരുവന്നൂരിലെ ഈ ഓർഗനൈസർ ലൂട്ടിങ്ങിൻ്റെ, ഈ സഹകരണ കൊള്ളയുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾക്ക് ആ പണം തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ മൗനം പാലിക്കുന്നത് എന്ന് ആ നേതാവിനോട് നിങ്ങളോട് വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു. UDFും LDFും കേരളത്തിൽ ഏറ്റുമുട്ടുകയും ഡൽഹിയിൽ ഒരുമിക്കുകയും ചെയ്യുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിലുമുണ്ട്. അതുകൊണ്ട് എനിക്ക് സഹായത്തിന് എന്നെ സഹായിക്കാൻ പറ്റുന്നവരെ ഇവിടെ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കണമെന്നാണ് പ്രധാനമന്ത്രി ഇവിടെ ആലത്തൂരിലെ 5 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിൽ ചാലക്കുടി മുതൽ പൊന്നാനി വരെയുള്ള 5 മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവരെ വേദിയിലിരുത്തിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചത്.
വലിയ ഒരു ഹൈ വോൾട്ടേജ് ഇലക്ഷൻ ഒരു പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി തുടക്കം മുതൽ ഒടുക്കം വരെ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തെയും തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തെയും വടക്കുന്നാഥ ക്ഷേത്രത്തെയും ഒക്കെ പരാമർശിച്ച വിഷു അടക്കം ആഘോഷങ്ങൾ, അതുപോലെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെ രാഷ്ട്രീയ വിഷയത്തിലൂടെ കടന്നാണ്. ത്രിപുരയിലും ബംഗാളിലും ഇടതുമുന്നണി ആ രണ്ട് സംസ്ഥാനങ്ങളെ നശിപ്പിച്ചു. അടുത്തത് അവരുടെ ലക്ഷ്യം കേരളമാണ്. അതാണ് അവർ ശ്രമിക്കുന്നത്. അതിന് കേരളത്തെ വിട്ടുകൊടുക്കരുത് എന്നാണ് പ്രധാനമന്ത്രി ഇടതുപക്ഷത്തെ, എനിക്ക് തോന്നുന്നു ഇടതുമുന്നണിയാണ് കുറെ കൂടി കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി വിമർശിച്ചത്. ഒരു വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന് കേൾക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും ഈ റോഡിന് ഇരുവശവും വലിയ വേനൽക്കാലമാണെങ്കിൽ പോലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. പ്രവർത്തകർക്കും BJP നേതാക്കൾക്കും ഒക്കെ വലിയ ആവേശം പകർന്നാണ് പ്രധാനമന്ത്രി കുന്നംകുളത്ത് നിന്ന് മടങ്ങിയത്. ഹാഷ്മി. എസ് വിജയകുമാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രാഷ്ട്രീയ പ്രചരണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ 10 ദിവസം, ഇന്നേക്ക് 11-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അപ്പോൾ സ്വാഭാവികമാണ് രാഷ്ട്രീയ പ്രചരണം അങ്ങനെ ചൂടുപിടിക്കൽ. പ്രചരണം കൊഴുപ്പിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ വമ്പൻ റോഡ് ഷോ നീലഗിരി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയിലാണ് ആദ്യം പങ്കെടുത്തത്. കോൺഗ്രസ് ലീഗ് കൊടികളില്ലാതെ അണിത്തവണയും റോഡ് ഷോ നടത്തിയത്. RSSും കോൺഗ്രസും തമ്മിലുള്ള ആശയ പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP പ്രധാനമന്ത്രി പറയുന്നത് ഒരു നേതാവ് ഒരു ഭാഷ എന്നാണ്. ഒരു നേതാവ് മതി എന്ന ആശയം അപമാനകരമാണെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. Why can one of our brothers who is driving the auto rickshaw not be a leader? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വയനാടിനോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചിറ്റമ നയമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പലതവണ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. The issue of man-animal conflict that is causing huge problem to the people of Wayanad. The night traffic ban that is also causing huge amount of distress. And I have already told you that we are committed to resolving these problems. Written multiple times on these issues to our chief minister, to the central government. And we will continue to put pressure on them. The night ban is a complex issue. It's true. I understand man-animal conflict is a complex issue, but medical college is a very grave issue, but it's an easy issue to resolve. രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതുപ്പള്ളിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. ദീപക് ധർമ്മട പുതുപ്പള്ളിയിൽ നിന്നും. ദീപക്, ഒരു പൊതുയോഗം എന്ന സ്ട്രക്ചറിൽ ഇല്ലെങ്കിൽ കൂടിയും ആൾക്കാരോട് സംസാരിച്ചും RSSനെതിരെയും മോഡിക്കെതിരെയും ഒക്കെ നല്ല ഒന്നാം തരം രാഷ്ട്രീയം പറഞ്ഞുമൊക്കെ തന്നെയാണ് ആ റോഡ് ഷോ അങ്ങനെ പുരോഗമിക്കുന്നതും, അല്ലേ ദീപക്? അങ്ങനെ തന്നെയാണ് ആഷ്മി. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ ഇളക്കിവിട്ട് NDA ക്യാമ്പ് വലിയ ആവേശം കൊള്ളിക്കുമ്പോൾ ഇപ്പുറത്ത് വലിയ രീതിയിലുള്ള ആവേശമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ, അതായത് നീലഗിരിയിൽ ഹെലിപ്പാഡിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് ആദ്യത്തെ പരിപാടി സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോ ആയിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പുൽപ്പള്ളിയിലെ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം? ആവേശം വളരെ നന്നായിരുന്നു. ആവേശമുള്ള കർഷകർക്ക് വേണ്ടിയുള്ള തങ്ങളുടെ ആവേശപരമായുള്ള പ്രസംഗമായിരുന്നു. വളരെ നല്ലതായിരുന്നു. വലിയ പരിപാടി. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുൽപ്പള്ളിയിൽ ഒരു കാർഷിക മേഖല എന്നുള്ള നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഊന്നൽ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ കാർഷിക സംഭരണം മൊത്തം ഒരു മുതലാളിയുടെ കയ്യിലേക്ക് പോകുന്നു, ആപ്പിൾ കൃഷി മൊത്തം ആദാനിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു. കാരണം കർഷകരെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് ദ്രോഹമാകുന്ന കുറ്റകൃത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സംഭരണം മുഴുവൻ ഒരു മുതലാളിക്ക് വേണ്ടിയാക്കുന്നു, സംഭരണത്തിന് ശേഷം നയം മാറ്റുന്നു, ഇമ്പോർട്ട് ഇല്ലാതാക്കുന്നു. അപ്പോൾ വലിയ വിലയ്ക്ക് ഈ മുതലാളിക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്നു. പക്ഷേ എന്നാൽ കർഷകർക്ക് ഒരു താങ്ങുവില പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കർഷകരുടെ മുഴുവൻ കടം എഴുതിത്തള്ളാൻ ഇനിയൊരു അധികാരം ഇന്ത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കർഷകരുടെ കടം മുഴുവൻ എഴുതിത്തള്ളുമെന്ന് പറയുന്നു. മാധ്യമങ്ങളെയും വിമർശിച്ചു. മാധ്യമങ്ങൾ കർഷകർക്കൊപ്പമല്ല എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി ഊന്നി പറയുകയായിരുന്നു. ഏതായാലും ഈ വയനാട്ടിലെ 2 പരിപാടിയിലെയും പ്രസംഗത്തിന്റെ ഊന്നൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേരള സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നുള്ള രാഷ്ട്രീയം കൂടി പറയേണ്ടതുണ്ട്. കാശ്മീർ. യെസ്, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. RSSനെതിരായ പോരാട്ടമാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്നെടുത്ത് പറയുന്നപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെ രൂക്ഷമായി പറയുന്നില്ല എന്നുള്ളതിന് മറുപടി കൂടിയാണ് ആകണം അത്. എന്തായാലും കേരളം ഇന്ന് ദേശീയ ശ്രദ്ധയിലാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലാണ്. നല്ല രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ രണ്ടുപേരും നടത്തുന്നുമുണ്ട്.
പുൽപ്പള്ളിയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ അപകടം. 60-കാരന്റെ കാലിലൂടെ വണ്ടി കയറി ഇറങ്ങി. രാഹുൽ ഗാന്ധിക്ക് എസ്കോർട്ട് പോയ പോലീസ് വാഹനമാണ് കാലിൽ കയറിയത്. പരിക്കേറ്റ അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൊച്ചിയിൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ കെട്ടിയ കയറ് കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൊച്ചി വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. അശാസ്ത്രീയമായ രീതിയിലാണ് പോലീസ് കയർ കെട്ടിയതെന്ന് മനോജിന്റെ കുടുംബം ആരോപിച്ചു. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി SA റോഡിൽ നിന്ന് MG റോഡിലേക്ക് കയറ് കെട്ടി ഗതാഗതം നിയന്ത്രിച്ചത്. എന്നാൽ അശാസ്ത്രീയമായി പോലീസ് കെട്ടിയ കയറാണ് മനോജ് ഉണ്ണിയുടെ ജീവനെടുത്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിന്റെ എന്തുകൊണ്ടും വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബൺ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അടിച്ചുകൊണ്ടപ്പോൾ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ഒരു പോർഷൻ ആണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു, ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു. നമുക്ക് സുരക്ഷയുടെ പേരിലാണെങ്കിലും അവരുടെ സുരക്ഷയാണ്, ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ഉത്തരവാദിത്തമാണ്. അമിത വേഗത്തിലായിരുന്നു മനോജ്. കൈ കാണിച്ചിട്ടും ബൈക്ക് നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ. നിർഭാഗ്യവശാൽ ഈ പോലീസുകാരുടെ വാർണിംഗ് അനുസരിക്കാതെ അല്ലെങ്കിൽ കേൾക്കാതെ ഈ വ്യക്തി അമിത വേഗത്തിൽ പോയി നിർഭാഗ്യവശാൽ ഈ കയറിൽ കുരുങ്ങി മരണം സംഭവിക്കുകയാണ്. കുടുംബത്തിന് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട TJ വിനോദ് MLA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കഴുത്തിനേറ്റ ഗുരുതര മുറിവാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 കൊച്ചി. അത് സങ്കടകരമായ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയായി പോയി. വിവാദ സർക്കുലർ സർക്കാർ തിരുത്തിയതിന് പിന്നാലെ ആന എഴുന്നള്ളിപ്പിന് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ആനകളും ജനങ്ങളും തമ്മിൽ 6 മീറ്റർ അകലം പാലിക്കണമെന്ന് ഉത്തരവ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ആനകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച മേൽനോട്ട ചുമതല. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എങ്ങനെ എഴുന്നള്ളിക്കാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. ആന ഫിറ്റാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ വെറ്റിനറി ഓഫീസറുടെ വിശ്വാസത്തിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്തം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, 6 മീറ്റർ ദൂരപരിധി എന്നുള്ളത് പ്രാക്ടിക്കലാണോ? എന്താണ് പൂരം കമ്മിറ്റിക്കാർ പറയുന്നത്? അപ്പോൾ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതാവോ? അങ്ങനെ തന്നെ പറയാം. കാരണം നേരത്തെ 50 മീറ്റർ ആയിരുന്നു ഈ ദൂരപരിധി നിശ്ചയിച്ചിരുന്നത്. അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് അത് 10 മീറ്റർ എങ്കിലും വേണം എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ച് അത് 6 മീറ്റർ എന്ന തരത്തിലേക്ക് മാറ്റി. പൊതുജനങ്ങളും ഈ ആനയും തമ്മിലുള്ള ദൂരപരിധിയാണ് 6 മീറ്ററായി നിജപ്പെടുത്തിയത്. തീവെട്ടി, അതോടൊപ്പം തന്നെ പൊതുജനം, ഈ താളമേളങ്ങൾ എല്ലാം ഈ 6 മീറ്റർ പരിധി വിട്ടു വേണം ആനയുടെ അടുത്തു നിന്നും നിൽക്കാൻ. ഇനി രണ്ടാമത്തെ കാര്യമായുള്ളത് ആനയുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടാണ്. ആനയുടെ ഫിറ്റ്നസ് പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ പൂർണ്ണ ചുമതല. പക്ഷേ അത് നിരീക്ഷിക്കാൻ ഒരു അഭിഭാഷക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 3 അംഗ അഭിഭാഷക സംഘത്തെയാണ് കോടതി നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 2 പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടി ഇനിയും നിലനിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പൂരപ്രേമികളുടെ ഏറ്റവും വലിയ ആവേശമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പക്ഷേ കോടതി ഈ ആനയെ എങ്ങനെ എഴുന്നള്ളിക്കും എന്നാണ് ഇന്ന് ചോദിക്കുകയുണ്ടായത്. മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയാകരുതെന്നും ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെന്നും സാക്ഷ്യ പത്രങ്ങൾ വിശ്വസിക്കാമെന്ന ഉറപ്പ് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതായത് ഒരു ഡോക്ടർ, ഈ വെറ്റിനറി ഡോക്ടർ ഈ ആനയെ എഴുന്നള്ളിക്കാം എന്ന് ഒരു സാക്ഷ്യപത്രം കൊടുത്തിരുന്നു. അതിൽ ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ചു. അതിനൊപ്പമാണ് വനംവകുപ്പിനോട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്, ഈ സാക്ഷ്യപത്രം വിശ്വസിക്കാം എന്ന് വനംവകുപ്പ് ഉറപ്പ് കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷേ വനംവകുപ്പിന് അത്ര ധൈര്യമില്ല. അവർ പറഞ്ഞത് ആ രേഖകൾ പരിശോധിച്ച ശേഷം ഞങ്ങൾ മറുപടി നൽകാം എന്നാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. ഓക്കെ, ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അതിൽ ചോദ്യം ബാക്കിയാണെങ്കിലും 50 മീറ്റർ ദൂരപരിധി 6 മീറ്ററായി ചുരുങ്ങുന്നത്, അത് ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നു. എന്തായാലും ചർച്ചകൾ നടക്കുന്നു. എന്തായാലും കോടതിയുടെ കണ്ണ് പൂരത്തിന് മുകളിലുണ്ട് എന്നതിൽ തർക്കമില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ മലയാളി യുവതിയുമുണ്ടെന്ന് വിവരം. തൃശൂർ സ്വദേശി ആൻ ടെസ്സ ജോസഫാണ് കപ്പലിലുള്ള 4ാമത്തെ മലയാളി. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഇറാൻ ഇന്ത്യ അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചയും നടത്തി. കപ്പലിലുള്ള 17 ഇന്ത്യക്കാരിൽ 4 മലയാളികളുണ്ടെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്ത. എന്നാൽ 3 പേരുടെ വിവരങ്ങൾ ലഭിച്ചെങ്കിലും 4ാമൻ ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. ഇന്നാണ് കപ്പലിലുള്ളത് തൃശൂർ സ്വദേശിനിയായ ആൻറ്റസ ജോസഫാണെന്ന് സ്ഥിരീകരിച്ച് കുടുംബം രംഗത്തെത്തിയത്.
ട്രെയിനിങ്ങിന്റെ ഭാഗമായി മകൾ 9 മാസമായി ഷിപ്പിലുണ്ടെന്നും മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആന്റസയുടെ പേരില്ലെന്നും പിതാവ് ബിജു എബ്രഹാം 24നോട്. എന്റെ മോള് ആന്റസ ജോസഫും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്റെ മോളുമായിട്ട് വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച വൈകിട്ടും കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പൊ അന്നേരമൊക്കെ സിറ്റുവേഷൻ വളരെ സേഫ് ആയിരുന്നു. അവള് കിടക്കാൻ പോവാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു. ഓഫീസിൽ നിന്ന് എന്നെ പോയിട്ട് ക്യാപ്റ്റൻ വിളിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്രൂവിനെയും റിലീസ് ചെയ്യാനായിട്ട് കമ്പനി എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, ഡിജി ഷിപ്പിങ്ങിനെ അറിയിച്ചിട്ടുണ്ട്, IMO ലെവലിൽ പോയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുവാനിടയായി. വയനാട് സ്വദേശി ധനേഷ്, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ. ജീവനക്കാർ സുരക്ഷിതരാണെന്ന് MSC കമ്പനി അധികൃതർ കുടുംബങ്ങളെ അറിയിച്ചു. കപ്പലിലുള്ള 17 പേരെയും സന്ദർശിക്കാൻ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ഇറാൻ അനുമതി നൽകി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയെയും ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയെയും ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചു. 24 കോഴിക്കോട്. എത്രപ്പെടുന്നവരുടെ മോചനം സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. CMRL ഫിനാൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ED മുന്നിൽ ഹാജരായി. കേരളത്തിലെ ED കേസുകൾ വിശകലനം ചെയ്യാൻ കൊച്ചിയിലെ ഉന്നത ED ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന്. വിവരങ്ങളുമായി വിനിത വിജയ്. വിനിത, ഏറ്റവും ഒടുവിൽ കരുവന്നൂർ കേസിൽ കോടതി ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് കോടതിയിൽ നിന്നുള്ള വാക്കാൽ പരാമർശം അടക്കമുണ്ടായി. വിമർശനങ്ങൾ കേൾക്കുന്നു EDക്ക്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണോ പ്രത്യേക യോഗം? വിനിത. ഹാഷ്മി, കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ എടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകളുടെ നിലവിലെ സ്ഥിതി എന്താണ്, തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ വേണം, എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് അവർക്ക് ഈ അന്വേഷണവുമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ളൊരു റിവ്യൂ മീറ്റിംഗ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്ന കൊച്ചിയിലെ ഈ ED ഓഫീസിൽ നടക്കുന്നത്. ഇതിനായി പ്രത്യേക ഡയറക്ടർ പ്രശാന്ത് കുമാർ, അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. രാവിലെയോടുകൂടി തന്നെയാണ് അദ്ദേഹം കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നീട് ഓരോ യൂണിറ്റുകളിലെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസ് അന്വേഷിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ED സംബന്ധിച്ചിടത്തോളം 2 കേസുകളാണ്, ഒരല്പം സെൻസേഷണൽ ആയിട്ടുള്ള 2 കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസപ്പടി കേസാണ്. പിന്നീടുള്ളത് കരുവന്നൂർ കേസാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ കരുവന്നൂർ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം CPM-ലെ നിരവധി നേതാക്കളെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള MM വർഗീസിനെ ഉൾപ്പെടെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസുകളുടെ തുടർ നീക്കങ്ങൾ ഇനി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് നിലയിലാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്, എന്തൊക്കെ ഫൈൻഡിങ്സുകളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EDക്ക് ലഭിച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ റിവ്യൂ മീറ്റിംഗിൽ ഉദ്യോഗസ്ഥർ ഈ ചീഫ് ഓഫീസറെ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ കേസിന്റെ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. ഇതിനുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ED എടുത്തിരിക്കുന്നത് മാസപ്പടി കേസാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട CMRL-ന്റെ 3 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ചീഫ് ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ, ഒപ്പം തന്നെ IT മാനേജർ ചന്ദ്രശേഖരൻ, IT ചീഫ് ഓഫീസറായ അഞ്ജു റേച്ചൽ കുരുവിള എന്നിങ്ങനെ 3 പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇവർക്ക് നേരത്തെ തന്നെ ED സമൻസ് നൽകിയിരുന്നുവെങ്കിലും അന്നവർ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് ഹാജരാകണമെന്ന് അദ്ദേഹത്തോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ശശിധരൻ കർത്ത ED ഓഫീസിൽ എത്തിയിട്ടില്ല. ഹാജരാവില്ലെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല എന്നും നമുക്ക് ED വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഓഫീസർമാരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇത് സാധൂകരിക്കുന്നതിനുള്ള രേഖകൾ, ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെന്റുകളൊക്കെയാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഡോക്യുമെന്റുകളൊക്കെ ED വളരെ വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ കേസിലെ തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക. വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടമായവർക്ക് തിരികെ കിട്ടാൻ വഴിയൊരുങ്ങുന്നു. കോടതി വഴി പണം തിരിച്ചു ലഭിക്കാൻ നിക്ഷേപകർ അപേക്ഷ നൽകി. തങ്ങൾ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും പണം നൽകാൻ ഒരുക്കമാണെന്ന് ED കോടതി അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ED കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. കൊച്ചിയിലെ പ്രത്യേക കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർക്ക് അപേക്ഷ നൽകാം. രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ EDക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ED കണ്ടുകെട്ടിയ വസ്തുവകകളിൽ നിന്ന്
ഡെപ്പോസിറ്റ് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഏതാനും നിക്ഷേപകർ കോടതിയെ സമീപിച്ചു. നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് ED ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി. നിക്ഷേപകരുടെ ഹർജിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. വെൽക്കം ബാക്ക്. പക്ഷേ നമ്മുടെ വാർത്തായാത്രകൾ തുടരുകയാണ്. ഇവിടെ വസന്തകുമാരിക്ക് പറയുന്നു, പൂരത്തിന് ആനയുമായുള്ള ദൂരപരിധി 6 മീറ്ററെങ്കിലും ആയല്ലോ, ആനയ്ക്കും മനുഷ്യനും ആശ്വാസം. അപ്പോൾ ഒരു വിൻവിൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യമായി സമാധാനമായിട്ട് ആ പൂരം പോട്ടെ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഇനി 10 നാൾ മാത്രമാണ് ബാക്കി. ആരോപണങ്ങൾ കടുപ്പിച്ചും പ്രചരണ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റിയും സജീവമാണ് മുന്നണികൾ. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. പാലക്കാട് വീണ്ടും ഭാരതരി വിതരണം തടഞ്ഞു. അവസാന ലാപ്പിൽ ആവേശോജ്വലമായ പ്രചാരണത്തിലാണ് മുന്നണികൾ. വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ് ഇടതുപക്ഷവും UDFും കേരളത്തിൽ മത്സരിക്കുന്നതെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിക്ക് PFIയും പിണറായി വിജയന് PDPയുമാണ് കൂട്ടെന്നും K. സുരേന്ദ്രൻ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവര് തെരഞ്ഞെടുപ്പിനെ നേരിടുക. രാഹുൽ ഗാന്ധിക്ക് PFI, പിണറായി വിജയന് PDP. ഇത്ര നല്ല സൗഹൃദം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് പോപ്പുലർ ഫ്രണ്ട്, പിണറായി വിജയന് PDP. ഇടതുപക്ഷത്തിന്റെ നയമാണോ PDP പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുകൂടുന്നത്? പാലക്കാട് വീണ്ടും ഭാരത് അരി വിതരണം CPIM പ്രവർത്തകർ തടഞ്ഞു. കേരളശ്ശേരി പഞ്ചായത്ത് പരിസരത്ത് ഭാരത് അരിയുമായി എത്തിയ ലോറിയാണ് തടഞ്ഞത്. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പ് സെക്ഷൻ ഓഫീസർ KN അശോക് കുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ ചുമതലയിൽ നിന്നും ഒഴിവാക്കി. ലഘുലേഖ വിതരണം ചെയ്തെന്ന് കാണിച്ച് BJP നൽകിയ പരാതിയിലാണ് നടപടി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് അശോക് കുമാർ. കോൺഗ്രസ് വിട്ട് BJPയിലും CPIMയിലും പോയവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി. ജീവൻ നിലനിർത്താൻ അപ്പകഷ്ണങ്ങൾ നൽകുമെങ്കിലും താമസിയാതെ ഇവരെല്ലാം കുരുതി കഴിക്കപ്പെടുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24, തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ BJP നേതാക്കൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുന്നു DMK സർക്കാർ. രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 4 കോടി രൂപ പിടിച്ചെടുത്ത കേസിൽ BJP സ്ഥാനാർത്ഥി നൈനാൻ നാഗേന്ദ്രൻ ഉൾപ്പെടെ 3 നേതാക്കൾക്ക് പോലീസ് സമൻസ് നൽകി. കോയമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയ്ക്കും 300 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJPയെ പ്രതിരോധത്തിലാക്കുകയാണ് DMK. രേഖകളില്ലാതെ 4 കോടി രൂപ കടത്തിയ കേസിലാണ് തിരുനെൽവേലിയിലെ സ്ഥാനാർത്ഥി നൈനാർ രാഗേന്ദ്രൻ ഉൾപ്പെടെ 3 പേർക്ക് താമ്പരം പോലീസ് സമൻസ് നൽകിയത്. പിടിയിലായവരിൽ നൈനാർ രാഗേന്ദ്രന്റെ ബന്ധുവും ഹോട്ടൽ ജീവനക്കാരും ഉൾപ്പെട്ടിരുന്നു. കേസിൽ BJP തമിഴ്നാട് വ്യവസായ സെൽ അധ്യക്ഷൻ ഗോവർദ്ധനും സമൻസ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുനെൽവേലിയിലെ BJP പൊതുറാലിയിൽ പങ്കെടുക്കാനിരിക്കെയാണ് പോലീസ് നടപടി. കോയമ്പത്തൂരിൽ ഇന്നലെ നടന്ന പൊതുറാലിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് BJP സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ K. അണ്ണാമലയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. രാത്രി 10 മണിക്ക് ശേഷം പ്രചാരണം നടത്താൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത പോലീസുമായി അണ്ണാമലയും BJP പ്രവർത്തകരും വാക്കുതർക്കത്തിലേർപ്പെട്ടു. പ്രചാരണ വാഹനത്തെ തടഞ്ഞ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. K. അണ്ണാമലയ്ക്കും 300 പേർക്കെതിരെയും സുളൂർ, സിംഗനല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ താമര വിരിയിക്കാനുള്ള BJP ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുകയാണ് DMK. വോട്ടെടുപ്പിനോട് അടുക്കുംതോറും നാടകീയ നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തോടൊപ്പം അനീഷ് K. ശിവദാസ്, 24, ചെന്നൈ. 24 പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സ് അങ്കണത്തിൽ വൈകുന്നേരം 4 മണി മുതൽ 5 വരെയാണ് സംവാദം. 24 അവതാരക അനുജ രാജേഷാണ് സംവാദം നയിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ, അല്ലാത്തവരെയൊക്കെ അക്ഷയ സെൻറ്ററിലേക്ക്, നെയ്യാറ്റിൻകര അക്ഷയ സെൻറ്ററിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. EDയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ EDക്ക് സുപ്രീം കോടതി നോട്ടീസ്. കെജ്രിവാളിന്റെ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന കെജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. R. രാധാകൃഷ്ണനുമായി ചെയ്യുന്നു. RK, അപ്പോൾ ഇന്നും ഒരു ഇടക്കാലാശ്വാസം കെജ്രിവാളിനില്ല. സ്വാഭാവിക നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാവും എന്ന് കോടതി പറയുകയാണല്ലേ? തീർച്ചയായിട്ടുമാണ് ആഷ്മി. 29-ാം തീയതിയാണ് ഇനി ഈ കേസ് കേൾക്കാനായിട്ട് പോവുക. ഏപ്രിൽ 29-ന് മാത്രമേ ഈ കേസ് ഇനി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി. കോടതി പറഞ്ഞത് ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു ജാമ്യാപേക്ഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ അല്ല. ഹൈക്കോടതി വിധി അത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രസ്താവിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പെട്ടെന്നുള്ള ഉത്തരവിന് സാധ്യമല്ല. അഥവാ ഒരു ഇടക്കാല ഉത്തരവ് വഴി അങ്ങനെ ഒരു പ്രസ്താവന
നടത്തുന്നത് ഉചിതമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള വാദം കേൾക്കാൻ അടുത്ത തവണത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ കാവിയറ്റ് നേരത്തെ ED ഫയൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ EDക്ക് നോട്ടീസ് നൽകുകയാണ് കോടതി ചെയ്തത്. ഒപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി നൽകണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ അത് അസ്വാഭാവികം എന്ന വാക്കുപയോഗിച്ചാണ് അഭിഷേക് സിംഗ്വി, കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി പറഞ്ഞത്. പക്ഷേ ഈ അസ്വാഭാവികം എന്ന് പറയുന്ന വസ്തുതയെ സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. സോളിസിറ്റർ ജനറൽ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് ECIR അടക്കമുള്ളവ പരിശോധിച്ചാൽ ഈ അസ്വാഭാവികത എങ്ങനെയായിരുന്നു എന്നത് വ്യക്തമാകുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ അഭിഷേക് സിംഗ്വി ആ വാദത്തെ എതിർത്തു. ECIRൽ കേജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ല. ECIRൽ പേരില്ലാത്ത കേജ്രിവാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള തന്ത്രമാണ് എന്നത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമാണ് മുന്നിലുള്ള മാർഗം. അത് കനിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാകാനും അതുവഴി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും കാരണമാകും എന്ന് അഭിഷേക് സിംഗ്വി കോടതിയിൽ വാദിച്ചു. പക്ഷേ കോടതി അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. കോടതി പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങൾ സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാകൂ. EDക്ക് മറുപടി നൽകാനായിട്ടുള്ള സമയം അനുവദിക്കുന്നു. ആ സാവകാശം പാലിച്ച് ED 29 മുമ്പ് സത്യവാങ്മൂലം സമർപ്പിക്കണം. അതിൽ മറുപടി ഉണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗവും എഴുതി നൽകേണ്ടതാണ്. അതിനുശേഷം വിശദമായിട്ട് വാദം കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഏറ്റവും പോയിന്റ്മാറ്റ സമയമാണ്. പ്രചരണത്തിന്റെ നിർണായക ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തടങ്കലിൽ തന്നെ തുടരുകയുമാണ്. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിത വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഈ മാസം 23 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തെ CBI കസ്റ്റഡി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ നടപടി. ട്രെയിനിൽ യുവാവിനെ കടിച്ചത് പാമ്പ് തന്നെ എന്ന് സ്ഥിരീകരണം. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ കോട്ടയം ഏറ്റുമാനൂരിൽ വെച്ചാണ് മധുര സ്വദേശിയ യുവാവിന് കടിയേറ്റത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, പാറ്റ, പല്ലി, പഴുതാര, കൂടി വന്ന എലി, അതിനപ്പുറം ഒന്നും ട്രെയിനിൽ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഇത് പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ആശങ്കയാണ്. ആഷ്മി, തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയാണ് യാത്രക്കാരെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം, സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ യാതൊരു സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാന കാരണം. ഇന്ന് രാവിലെ 9:30 ഈ സംഭവം നടക്കുന്നത്. മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഏറ്റുമാനൂരിലെത്തിയപ്പോഴാണ് മധുര സ്വദേശിയായിട്ടുള്ള യുവാവിന് പാമ്പിന്റെ കടിയേൽക്കുന്നത്. എന്തോ കടിച്ചു എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോഴാണ് അടുത്തിരുന്ന യാത്രക്കാർ പാമ്പിനെ കണ്ടു എന്നും പറയുന്നത്. അങ്ങനെയാണ് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാമ്പിന്റെ കടിയേറ്റതാണ് എന്നുള്ള സ്ഥിരീകരണം വന്നത്. അതിനു മുമ്പ് റെയിൽവേ പറഞ്ഞത് ഈ പരിശോധന ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ ആളുകളെല്ലാം, യാത്രക്കാരെല്ലാം മറ്റൊരു ബോഗിയിലേക്ക് മാറ്റി വിശദമായ പരിശോധന നടത്തി ആ ബോഗി സീൽ ചെയ്ത് വിട്ടിരുന്നു. അതിനുശേഷം റെയിൽവേ പറഞ്ഞത് എലിയോ മറ്റോ ആകാം, അല്ലാതെ പാമ്പാകാനുള്ള സാധ്യത ഇല്ല എന്നാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം പാമ്പ് കടിയേറ്റതാണ് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ചികിത്സയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവാനായിരിക്കുന്നു. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഈ യുവാവിന് ഇല്ല. എന്തായാലും ചികിത്സ തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഹാഷ്മി, ടോബി ജോൺസൺ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത്യന്തം സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കടിച്ചത് പാമ്പൊന്നുമല്ല, എലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് കടിച്ചത് പാമ്പ് തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. കേസിൽ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരെയാണ് അന്വേഷണ റിപ്പോർട്ട് 2 ദിവസം കിട്ടിയില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നും അതിജീവിത സംശയിക്കുന്നു, ആരോപിക്കുന്നു. ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. 1 വർഷം ആകുമ്പോഴും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവരാവകാശം വഴി അപേക്ഷ നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും കമ്മീഷണറെ കണ്ടത്.
കമ്മീഷണറെ കാണാൻ ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് നൽകി. റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന് കമ്മീഷണർ ആവർത്തിച്ചതോടെയാണ് സമരപ്രഖ്യാപനം. പൊതുജനത്തിന് മുന്നിൽ തന്നെ കാഴ്ചവസ്തുവാക്കുന്നുവെന്ന് അതിജീവിത. അതിജീവിതയ്ക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം? ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവസ്തുവാക്കുന്നതാണോ? ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നതാണ്, അല്ല കമ്മീഷണർ എടുത്ത് വേറെ എന്തെങ്കിലും നടപടിക്കാം, അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല. അപ്പം എന്നെ എത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വലിയ മോശമായിപ്പോയി. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ലെന്നും കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തടഞ്ഞതിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതിജീവിത പറഞ്ഞു. 24 കോഴിക്കോട്. വത്സല ചോദിക്കണം, വത്സല തടത്തിൽ ഹാഷ്മി ഹാർദവമായി എന്നല്ല ഹാർദമായി എന്നല്ലേ പറയേണ്ടത്? ശരി, കൺഫ്യൂഷൻ ആണല്ലോ. ഹാർദവമായി സ്വാഗതമാണോ ഹാർദവമായി? ഞാൻ അന്വേഷിക്കട്ടെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടെ തമിഴ്നാട്ടിൽ വീണ്ടും പണം പിടികൂടിയെന്ന് കേൾക്കുന്നു. രാമനാഥപുരത്തെ മണ്ഡപത്ത് 10 ലക്ഷം രൂപ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടി. രേഖകളില്ലാതെ ബസ്സിൽ കടത്തുകയായിരുന്ന പണമാണ് പിടികൂടിയത്. അപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായി പണം പിടികൂടുകയാണ്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് 2019 ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പണം പിടികൂടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ പണം പിടികൂടൽ സീസണാണ്. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മരിച്ചയാളുടെ സുഹൃത്തുക്കൾ അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കിയെന്ന് പരാതി. ഗേറ്റ് തകർത്ത് അകത്തേക്ക് പ്രവേശിച്ച യുവാക്കൾ അനുവാദമില്ലാതെ മോർച്ചറിയിൽ കടന്ന് മൃതദേഹം കണ്ടു. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചയാളുടെ മൃതദേഹം മറ്റു നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഒപ്പമുണ്ടായിരുന്ന മുഴുവൻ പേരെയും മൃതദേഹം കാണിച്ചു. എന്നാൽ രാത്രിയിലെത്തിയ യുവാക്കൾ മോർച്ചറി ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്തു പ്രവേശിച്ചെന്നും വാതിൽ നശിപ്പിച്ചെന്നുമാണ് പരാതി. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. പുറത്തുള്ള മതിലിന്റെ ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിന്റെ ലോക്ക് തകർത്ത് ഈ ജാലക മോർച്ചറിയുടെ അതിന്റെ ലോക്ക്, അതിലെ കമ്പി ഗ്രിൽ ഡോറിന്റെ അതിന്റെ പൂട്ട് തകർത്തിട്ട് ഇതിന്റെ അകത്ത് കയറി നിൽക്കുക ആൾക്കാർ. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ തന്നെ അവർ ഒഫീഷ്യലി അവർ ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് സ്വദേശികളായ അജിത്ത്, ശ്രീജിത്ത് എന്നിവരെയാണ് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 24 പാലക്കാട്. പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ യുവതിയെ കൊലപ്പെടുത്തിയത് പ്രണയപ്പകയെ തുടർന്ന് പോലീസ്. ഇരുവരുടെയും ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ പ്രവിയയെ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് വിവരം. ഇന്നലെയാണ് പട്ടിത്തറ സ്വദേശി പ്രവിയയെ പ്രതി സന്തോഷ് കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊന്നത്. കൊടുമുണ്ടയിലെ അരുംകൊലയിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തന്റെ കടയിലെ മുൻ ജീവനക്കാരിയായിരുന്ന പ്രവിയ മറ്റൊരു വിവാഹം കഴിക്കുന്നതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 26-ന് നിശ്ചയിച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ പ്രവിയയോട് സന്തോഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാവിലെ പ്രതിശ്രുത വരനെ കാണാൻ പോകുന്നതിനിടയിലാണ് സന്തോഷ് തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. കത്തി കൊണ്ട് കുത്തിയ ശേഷം തീ കൊളുത്തി മരണം ഉറപ്പാക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ പ്രതി ആത്മഹത്യ ചെയ്തു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 24 പാലക്കാട്. പ്രണയപ്പകയെ കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച നടത്തും. വീണ്ടും കൃത്യം ഇടവേളകളിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സങ്കടമാണ്. പത്തനംതിട്ട അട്ടത്തോട്ടിൽ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ചിറ്റാർ സ്വദേശി അട്ടത്തോട്ടിലെ രത്നാകരനാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശാന്തമ്മയെ പമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും ഒരുമിച്ച് മദ്യപിച്ച ശേഷം വാക്കുതർക്കമുണ്ടാവുകയും പിന്നാലെ ശാന്തമ്മ വിറക് കമ്പ് കൊണ്ട് രത്നാകരന്റെ തലക്കടിക്കുകയുമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇടുക്കി ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. 301 കോളനിയിലും BN റാമിലുമാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെ 8 മണിയോടെയാണ് ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപം കാട്ടാനിറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന കൃഷി നശിപ്പിച്ചു. BL റാമിൽ കഴിഞ്ഞ 3 ദിവസമായി സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നിരീക്ഷണത്തിലാണ് ആനകൾ. ജനവാസ മേഖലയിൽ നിന്ന് ആനകളെ തുരത്തണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് നാട്ടുകാർ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കൂനംപാലത്ത് തേയിലത്തോട്ടത്തിന് സമീപമായാണ് ജഡം കണ്ടെത്തിയത്. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തി. 24 ഇടുക്കി. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രാ നിരക്ക് നിശ്ചയിച്ചു. കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകർ ഇത്തവണയും മറ്റുള്ളവരെക്കാൾ അധിക രൂപ നൽകണം. തുടർച്ചയായി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തവുമാണ്. ഹജ്ജ് യാത്രാ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ടത് 3,73,000 രൂപയാണ്.
കൊച്ചി വഴി പോകുന്നവർ 3,37,100 രൂപയും കണ്ണൂർ വഴി പോകുന്നവർ 3,38,000 രൂപയും നൽകണം. കരിപ്പൂർ വഴി പോകുന്നവർ മറ്റുള്ളവരെക്കാൾ 35,000 രൂപയാണ് അധികമായി നൽകേണ്ടി വരുന്നത്. വിമാന നിരക്കിലെ വ്യത്യാസമാണ് വർധനവിന് കാരണം. കരിപ്പൂരിൽ നിന്നും പോകുന്ന ഹജ്ജ് യാത്രക്കാരിൽ നിന്നും മാത്രം ഈ അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ മുൻകാലങ്ങളിൽ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് 40,000 രൂപയോളം വിമാന നിരക്കിൽ ഇളവ് വരുത്താൻ എയർ ഇന്ത്യ തയ്യാറായിരുന്നു. തുടർച്ചയായുള്ള വർഷങ്ങളിലെ നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാണ്. 24 മലപ്പുറം. പ്രേക്ഷകർ പറയുകയാണ്, ട്രെയിൻ എവിടെയൊക്കെ നിർത്തിയിടുന്നു, ചൂടുകൊണ്ട് കയറി കൂടിയതാവാം, പുറപ്പെടും മുൻപ് ട്രെയിൻ അടിച്ചുവാരി തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് തിരുനെൽവേലി സ്റ്റേഷനിൽ. അപ്പോൾ ഇനി അത്തരം നടപടികൾ വേണ്ടിവരും എന്നതിൻ്റെ സൂചനയാണ്. ട്രെയിൻ ബോയ്ക്കുള്ളിലെ പാമ്പ് പേടിയാവുന്നു. അപ്പോൾ ഇനി മാർക്കറ്റ് വ്യൂ ആണ്. സൂര്യശ്രീ ചേരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ഇടിവ് തുടരുന്നു. സെൻസെക്സ് 400 പോയിന്റ് താഴ്ന്നു. റിയൽറ്റി, പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ 2% ഇടിവ്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളിലും നഷ്ടം. ഓഹരിയൊന്നിന് 118 രൂപ വീതം ലാഭവിഹിതം പ്രഖ്യാപിച്ച് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. വ്യാപാര തുടക്കത്തിൽ ദുർബലമായി രൂപ. 2 ദിവസത്തെ ഇടിവിനു ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഗ്രാമിന് 55 രൂപ കൂടി 6,705 രൂപയായി. പവന് 440 രൂപ വർദ്ധിച്ച് വിപണി വില പവന് 53,640 രൂപയായി. സ്വർണം സർവകാല റെക്കോർഡായ 53,760 എന്ന നിരക്കിലെത്തിയത് ഈ മാസം 12-ന്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കുതിച്ച് സ്വർണ്ണ വിപണി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $2,386 ഉയർന്നു. വെള്ളിവിലയിൽ മാറ്റമില്ല. യുദ്ധഭീതിയിൽ ക്രൂഡ് ഓയിൽ വിപണി. ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിർണായക പങ്കുള്ള ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് വിപണിയെ സ്വാധീനിക്കും. യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടാകുമെന്ന് സൂചന. വിതരണ തടസ്സം വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കുമെന്ന് വിദഗ്ധർ. ക്രൂഡിനെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകും. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില $90 മുകളിൽ. രാജ്യത്ത് മൊത്തവിലക്കയറ്റം കൂടി. മാർച്ചിൽ രേഖപ്പെടുത്തിയത് 0.53%. ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും 50%-ലേറെ വില കൂടിയെന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നു തുടരുന്നതിൽ ആശങ്ക. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുടലുന്ന ബൈജൂസിന് വീണ്ടും തിരിച്ചടി. 7 മാസം മുൻപ് ചുമതലയേറ്റ മലയാളി സിഇഒയും രാജിവെച്ചു. അർജുൻ മോഹന്റെ രാജിയെ കമ്പനി തിരിച്ചുവരവ് ആസൂത്രണം ചെയ്യവേ. സിഇഒയുടെ രാജിക്ക് ശേഷം കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ബൈജു രവീന്ദ്രൻ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ ആഗോള വിപണികളിലൊക്കെ ഒരു നഷ്ടം തുടരുകയാണ്. ഏകദേശം 1% നഷ്ടമാണ് ഇന്ന് സെൻസെക്സ്, നിഫ്റ്റി സൂചികളിലൊക്കെ തന്നെ ഉണ്ടായത്. അതേസമയം US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏകദേശം 6 പൈസ ഇടിഞ്ഞ് 83.44 എന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ വിലയിലും വലിയൊരു ഇടിയുണ്ടായിരിക്കുകയാണ്. എല്ലാത്തിനും നിലവിൽ സ്വാധീനിക്കുന്നത് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യതയും സാഹചര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ മേഖലകളും ഏകദേശം ഒരു നെഗറ്റീവ് നോട്ടിലാണ് നിലവിൽ വ്യാപാരം തുറന്നത്. നിഫ്റ്റി 50-ൽ 174 പോയിന്റ് ഇടിവിൽ 22,340 എന്ന പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 22,263 എന്ന പോയിന്റിലേക്കാണ് എത്തിയത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നതും 22,427. 22,500 എന്ന താഴെയിൽ തന്നെയാണ് ഇന്ന് നിലവിൽ നിഫ്റ്റി 50-ൽ വ്യാപാരം തുറന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ബാങ്ക്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഹരികൾ, IT ഓഹരികളൊക്കെ തന്നെയാണ്. ഏകദേശം 2% വരെ നഷ്ടം ഈ ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ 574 പോയിന്റ് ഇടിവിൽ 47,990 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും വളരെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. 602 പോയിന്റ് ഇടിവിൽ 73,642 പോയിന്റിലാണ് വ്യാപാരം തുടരുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റ് വ്യൂവിന്റെ പതിവ് സെഗ്മെന്റാണ്
TPFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റിൽ രാവിലെ മുതൽ തന്നെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം ഇതിന് കാരണം? ഒപ്പം തന്നെ ഈ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇതൊരു ലോങ് ടൈമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. പ്രധാന കാരണം എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ക്രൈസിസ് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധം ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ യുദ്ധം കൂടുതലായിട്ട് വ്യാപിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമെന്ന് ആരും കരുതുന്നില്ല. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് രണ്ട് ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള സെൽ ഓഫുകളൊന്നും ഇനി ഉണ്ടാകാനില്ല. ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ലോ ലെവലിൽ നിന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. അത് പ്യുവർലി ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ടാണ് ഓവർസോൾഡ് സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്. പിന്നെ TCSന്റെ റിസൾട്ട് വന്നിരുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര മികച്ചതല്ലെങ്കിലും മോശമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിസൾട്ടുകളും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ്. ഈ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ക്രൂഡ് ഓയിലിന്റെ വില ഒരു $100 എത്തുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിലൊക്കെ തന്നെ നിക്ഷേപർ ഉറ്റുനോക്കിയാണ്. ഒപ്പം വരുമാന സീസൺ ആരംഭിക്കുന്നതിനനുസരിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങളിലൊക്കെ ചില ഏകീകരണം ഉണ്ടാകുമെന്നാണ് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ കാണാം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുന്നു. മലപ്പുറം പൊന്നാനിയിലെ വീട്ടിൽ നിന്ന് 350 പവൻ സ്വർണം കവർച്ച ചെയ്ത് പ്രൊഫഷണൽ സംഘം നിഗമനത്തിൽ പോലീസ്. സ്ഥിര മോഷ്ടാക്കളെയും ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിരീക്ഷണ ക്യാമറകൾ അടക്കമുള്ള വീട്ടിൽ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ച 350 പവൻ സ്വർണം കവർന്നത് അന്വേഷണ സംഘത്തെയും ഞെട്ടിച്ചു. സ്വർണത്തിന് പുറമെ CCTV, DVR അടക്കം മോഷ്ടിച്ച് തെളിവടക്കം നശിപ്പിച്ചതിൽ പ്രൊഫഷണൽ ടച്ച് ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. 2 പേരാണ് മോഷണത്തിനെത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പെരുമ്പടപ്പിലെ ഒരു വീട്ടിൽ നിന്ന് 70 പവൻ സ്വർണവും മനയിൽ നിന്ന് 400 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളും സ്വർണവും മോഷണം പോയിരുന്നു. എല്ലാ മോഷണങ്ങൾക്കും സമാന സ്വഭാവമാണുള്ളത്. 3 മോഷണങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണ് എന്നാണ് പോലീസ് നിഗമനം. സമീപകാലത്ത് ജയിലിൽ നിന്നിറങ്ങിയവർ സ്ഥിര മോഷ്ടാക്കൾ അടക്കമുള്ളവരിലേക്കാണ് അന്വേഷണം നീളുന്നത്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 തിരൂർ. തിരുവനന്തപുരം വെള്ളറടയിൽ 14കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നത്തുകാൽ സ്വദേശി അഭിനവാണ് മരിച്ചത്. കാൽ വഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. ഹരികൃഷ്ണൻ വിവരങ്ങൾ വച്ചിരുന്നു. ഹരി, ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്, വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. അപകടം ഉണ്ടായത് എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനമൊക്കെ വിജയം കണ്ടില്ല അല്ലേ? ഹാഷ്മി, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഈ മരിച്ച ഈ കുന്നത്തുകാൽ സ്വദേശിയാണ് ഈ അഭിനവ് എന്ന് പറയുന്ന 14 വയസ്സുകാരൻ. ഇയാളോടൊപ്പം 4 സുഹൃത്തുക്കൾ കൂടി കുളിക്കാനായി പോകുന്നു. ഈ കുളിക്കാനായി കുളത്തിലെത്തുന്നു. ഈ 4 പേർക്കും, അതായത് ഈ 5 പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ കുളിക്കാനായി കുളത്തിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നു. അവിടെ നിന്ന് ഈ പടിവാതിൽക്കിൽ നിന്ന് ഈ കുളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടൻ തന്നെ ഇയാളെ, അതായത് ഈ അഭിനവ് മാത്രം വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ബാക്കി 4 പേരും കരക്കിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന, അതായത് ദൃക്സാക്ഷികളുടെ ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇയാൾ കുളത്തിലേക്ക് വീഴുകയും ഉടൻ തന്നെ മുങ്ങി താഴുകയും ചെയ്തു. നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ മുങ്ങി താഴുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായി. പിന്നീട് ഈ നാട്ടുകാരടക്കം ഇയാളെ പുറത്തെടുത്ത്, ഈ കുട്ടിയെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും, കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ SSLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹാഷ്മി. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുളത്തിൽ മുങ്ങി മരിച്ചു. കുളത്തിൻ്റെ പടവിൽ കാൽ വഴുതി വീണ് അപകടമുണ്ടാവുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സന്ദർശനം നടത്താനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. 2 കുക്കി യുവാക്കളെ കൂടി കൊലപ്പെടുത്തിയ കേസിൽ മണിപ്പൂർ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനായില്ലെന്ന് പോലീസ് അറിയിച്ചു. മണിപ്പൂർ സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം ബിരേൻ സിംഗ് സർക്കാരിനെന്ന് അസം റൈഫിൾസ് വിലയിരുത്തിയതായി റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. മണിപ്പൂരിലെ കാങ്പോപ്പിയിൽ 2 കുക്കി യുവാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. യുവാക്കളുടെ ബന്ധുക്കളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത 0 FIR-ൽ വാഹനം ആക്രമിച്ച് തട്ടിയെടുത്ത മൃതദേഹങ്ങൾ വികൃതമാക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. യുവാക്കളുടെ കൊലപാതകത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സംഘർഷം വീണ്ടും രൂക്ഷമായി.
സംഭവത്തിൽ പ്രതിഷേധിച്ച് കുക്കി ഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ പ്രചാരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇംഫാലിൽ പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂർ സംഘർഷത്തിൽ അസം റൈഫിൾ ബിരേൻ സിംഗ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ട് അൽ ജസീറ പുറത്തുവിട്ടു. ബിരേൻ സിംഗ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യവും അതിമോഹവും മണിപ്പൂരിലെ അശാന്തിക്ക് കാരണമായതായി അസം റൈഫിൾസിന്റെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ വിലയിരുത്തുന്നെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ റിപ്പോർട്ട്. 24 ഡൽഹി. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുകയാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. വലിയ ചൂട് തുടരുമ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും വേനൽമഴ പ്രവചിക്കപ്പെടുന്നു. വേനൽമഴ എന്ന് പറഞ്ഞാൽ നല്ല കനത്ത വേനൽമഴ ഉണ്ടാകും എന്നാണ് പ്രവചനം. അത്യാവശ്യം മഴയൊക്കെ പെയ്യട്ടെ, അത്രയ്ക്ക് ചൂടാണ്. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 3 മരണം. ഇടുക്കി കുമളിയിൽ ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ച് 2 പേരും, മലപ്പുറം വണ്ടൂർ പൂക്കുളത്ത് ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങിയ ഒരു യുവതിയും മരിച്ചു. താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു, അപകടമുണ്ടായി. ഇടുക്കി കുമളിയിൽ ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് 2 പേർ മരിച്ച് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം വണ്ടൂർ പൂക്കുളത്ത് ബസ്സിനടിയിൽപ്പെട്ടാണ് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചത്. ഇന്ന് രാവിലെ 9:45 അപകടം. താഴങ്കോട് സ്വദേശിനി ഹുദയാണ് മരിച്ചത്. കാർ സ്കൂട്ടറിലിടിച്ചതിനെ തുടർന്ന് ഹുദ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. വണ്ടൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ആർക്കും പരിക്കില്ല. 24 മലപ്പുറം. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ കാണുക 8 മണിക്ക് എൻകൗണ്ടറിലാണ്.